മോദിജി 2 ദിവസത്തിനുള്ളിൽ 2-3 ദിവസത്തിനുള്ളിൽ സംഗതി ഫിനിഷാക്കും എന്ന് അവർ വിചാരിക്കുകയും വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് ഈ പാവപ്പെട്ട സുമേഷ് കാവിപ്പട മാത്രമല്ല കേട്ടോ. നമ്മുടെ കേരളത്തിൽ BJPയുടെ സംസ്ഥാന ഇൻ്റലക്ച്വൽ സെല്ലിൻ്റെ കൺവീനറായിരുന്ന ഒരു മാന്യനുണ്ട്, TG മോഹൻദാസ്. അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഈ സംഘർഷം തുടങ്ങി 2ാമത്തെ ദിവസം. അദ്ദേഹം അതിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ എല്ലാം കഴിഞ്ഞു, പാകിസ്ഥാൻ്റെ കയ്യിൽ 2 ദിവസത്തെ ഡീസലേ ഉള്ളൂ, അതിപ്പോൾ തീരും. പിന്നെ അവന്മാർ ഉപയോഗിക്കുന്നത് ചൈനയിൽ നിന്ന് കൊണ്ടുവന്ന എന്തൊക്കെയാണ് കളിപ്പാട്ടന്മാരുള്ള സാധനങ്ങളാണ്. അതിൻ്റെയൊക്കെ കഥ നമുക്കറിയാമല്ലോ. നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 3ാമത്തെ ദിവസം ഈ ഇസ്രായേൽ ലെബനനിൽ ചെയ്തല്ലോ പേജർ വാർ, അതേമാതിരി പാകിസ്ഥാനിലെ മുഴുവൻ മൊബൈൽ ഫോണുകളും പൊട്ടിത്തെറിക്കണം. അതിനുള്ള സാങ്കേതിക വിദ്യയൊക്കെ നമ്മുടെ പയ്യന്മാരുടെ കയ്യിലുണ്ടെന്നേ, ഇന്ത്യയിലെ പയ്യന്മാരുടെ കയ്യിലുണ്ട്. അപ്പോൾ ആ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് പാകിസ്ഥാനിലെ മുഴുവൻ മൊബൈൽ ഫോണുകളും പൊട്ടിത്തെറിക്കുക. ആരെ എവിടെ എന്താണെന്ന് നോക്കില്ല, ആ ഒക്കെ പൊട്ടിത്തെറിക്കുക. അതുമാത്രമല്ല ഇലക്ട്രിക് കാറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രിക് കാറുകൾ അവർ ഈ ഇലക്ട്രിക് ബാറ്ററി ഉപയോഗിക്കുന്നതുകൊണ്ട് അതും കോംപ്രമൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് ഡിജിറ്റലി അതിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ റാവൽപിണ്ടിയിലൂടെയും ഇസ്ലാമാബാദിലൂടെയും കിയയുടെ ഇലക്ട്രിക് കാറുകൾ അലക്ഷ്യമായി പായും. എവിടെയും പോയി ഇടിക്കട്ടെ, എവിടെ ഇടിച്ചാൽ നമുക്ക് തന്നെ, പക്ഷെ അത് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ പിന്നെ 2ാം ദിവസം പാകിസ്ഥാൻ്റെ ഡീസൽ തീരും, 3ാം ദിവസം പിന്നെ ഇവരുടെ ചൈന കൊടുത്തിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ നശിച്ചു പോവും, 4ാം ദിവസം നമ്മൾ എന്ത് ചെയ്യും, ഈ പറയണ പേജർ വാറുമാതിരി മൊബൈൽ ഫോൺ വാർ തുടങ്ങും, അങ്ങനെ തീർക്കും. പിന്നെ ബലൂചിസ്ഥാൻ്റെ എംബസി ഇവിടെ ഡൽഹിയിൽ തുറക്കാൻ പോവുകയാണ്. ഇങ്ങനെയൊക്കെ പ്രചരിപ്പിച്ച ആളുകളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന പേരില്ലാത്ത അനോണിമസ് ആയിട്ടുള്ള സംഖ്യ ഹാൻഡിലുകളോ അല്ലെങ്കിൽ സുമേഷിനെ പോലത്തെ സാധാരണ മിത്രങ്ങൾ മാത്രമല്ല, ജയനന്ദകുമാർ RSSൻ്റെ ഇൻ്റലക്ച്വൽ സെല്ലായിട്ടുള്ള പ്രജ്ഞാപ്രവാഹിൻ്റെ ദേശീയ കൺവീനറാണ്. അതൊക്കെ മേലെ ഒരു ബുദ്ധിജീവി RSSനില്ലല്ലോ.